ഹലോ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഉംറ വ്ളോഗാണ്. ഞാൻ ഉംറ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഗോൾസിൽ ഞാൻ ഉംറയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ എനിക്ക് ഉംറ ചെയ്യാൻ പറ്റി. ഉംറക്ക് ഞാൻ ഒറ്റക്കല്ല പോയത്, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉംറ ചെയ്യണം, കഅബ തൊടണം, ഹജറുൽ അസ്വദ് ചുംബിക്കണം. ഇതെല്ലാം ഞാൻ കുറേ കാലങ്ങളായിട്ട് ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്രാവശ്യം എനിക്കത് സാധിച്ചു കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു നിമിഷമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ. എനിക്ക് ഉച്ചക്ക് 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ ഒരു ദിവസം മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വീട്ടിലൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. പോകുന്നതിൻ്റെ പാർട്ടിയായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നത് എല്ലാവർക്കും സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ചെറിയ രീതിയിലൊരു പാർട്ടി തന്നു. ഞാൻ ഒറ്റക്കല്ല കേട്ടോ പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ എനിക്ക് വലിയ രീതിയിലുള്ള സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലുള്ള എല്ലാവർക്കും സങ്കടമായിരുന്നു നമ്മൾ പോകുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കൂടെ ഒമിറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തും. പിന്നെ അടുത്ത ഹോട്ടലുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കും, പിന്നെ വണ്ടി കയറും. ഇങ്ങനെയാണ് വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. ലോങ് ജേർണി അല്ലേ. അന്ന് രാത്രി നമ്മൾ കൊച്ചിയിൽ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങി. നമുക്ക് എയർപോർട്ടിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ. ഇവിടെ എൻട്രൻസിൽ തന്നെ എഴുതിയത് കണ്ട, വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി എന്ന്. സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഫസ്റ്റ് എയർപോർട്ടാണ് കൊച്ചിയിലെ ഈ ഒരു എയർപോർട്ട്. ഈ ഒരു എയർപോർട്ടിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ എയർപോർട്ടിൻ്റെ ഇൻസൈഡ് കയറി ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് കേട്ടോ ഇരുന്നത്. എൻ്റെ ഫ്ലൈറ്റ് വരാൻ കുറച്ചും കൂടി സമയമുണ്ട്. ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നെല്ലാം ഒന്ന് കണ്ടു നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സമയമുണ്ടല്ലോ. എയർപോർട്ടിൻ്റെ അകത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ ഉംറ ഗ്രൂപ്പും വരുന്നുണ്ട്. അവർ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇരുന്ന് അവിടെ ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതെല്ലാം കണ്ടിരുന്നു. നമ്മൾ പോകാനുള്ള ഫ്ലൈറ്റ് വന്നു. എനിക്ക് വിൻഡോ സൈഡാണ് കേട്ടോ കിട്ടിയത്. ആദ്യം പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇൻസൈഡ് കയറിയപ്പോഴാണ് മനസ്സിലായത് വിൻഡോ സൈഡാണെന്ന്. അങ്ങനെ എനിക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ. ഫ്ലൈറ്റിൽ കയറിയിരുന്നപ്പോൾ തൊട്ട് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടാണ് കേട്ടോ നമ്മൾ കയറേണ്ടത്. വാഹനത്തിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഉണ്ടല്ലോ, അത് ചൊല്ലിയിട്ട് നമ്മൾ കയറണം. പിന്നെ ഫ്ലൈറ്റിലിരുന്നിട്ട് ഞാനൊരു യാസീൻ ഓതി. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഹൈറായ രീതിയിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്തു, യാസീൻ ഓതി. ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു, പുഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബർഗർ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായ തന്നു, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നല്ല സർവീസായിരുന്നു. മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കണ്ട. ഇത് കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ്. എന്നാലും പേടി കണ്ട, മേഘങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്നത്. ഇത് കണ്ട, മേഘങ്ങളെല്ലാം കുന്നുകൂടി ഇരിക്കുന്ന പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫ്ലൈറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഓരോ വേണ്ടാത്ത ചിന്തകൾ വരും കേട്ടോ. ഈ ഫ്ലൈറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, എന്തായിരിക്കും അവസ്ഥ, എല്ലാം ഓർത്തിട്ട് എനിക്ക് പേടിയാവും കേട്ടോ. ഇങ്ങനത്തെ ചിന്തകൾ മനസ്സിൽ വരണ്ടാന്ന് വിചാരിച്ചാലും ഇതന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മളിരിക്കുന്നിടത്ത് തന്നെ നമുക്കൊരു മാനുവൽ കിട്ടും കേട്ടോ. നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എമർജൻസി ലാൻഡിങ്ങിനെ കുറിച്ചൊക്കെ അതിലുണ്ട്. എമർജൻസി എക്സിറ്റ് എങ്ങനെയാണ്, എമർജൻസി ലാൻഡിങ് എവിടെയാണ് ചെയ്യുന്നതെന്ന്. വെള്ളമുള്ളിടത്താണ് എമർജൻസി ലാൻഡിങ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെക്കുറിച്ചൊരു മാനുവൽ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എമർജൻസി എക്സിറ്റ് എവിടെയാണ്, 2 സൈഡിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. സോ അതെല്ലാം വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ.
ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ദൂരത്തിൽ നിന്ന് തന്നെ മരുഭൂമി കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഞാനോർത്തു, പടച്ചോനെ, ഈ മരുഭൂമിയിലാണല്ലോ ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. നല്ല ചൂടല്ലേ ഇവിടെ. ഒറ്റ മരങ്ങൾ ഇവിടെ കാണുന്നില്ല. ഫുള്ളും മരുഭൂമിയും ചൂടും ഫ്ലാറ്റും റോഡും വെഹിക്കിൾസും ഇതന്നെ എനിക്ക് കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. ഫ്ലൈറ്റ് ലാൻഡായിട്ട് ഇവിടെ കാല് കുത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. പടച്ചോനെ, ഇന്ത്യ സ്വർഗ്ഗമായിരുന്നല്ലോ, ഈ നരകത്തിലോട്ടാണല്ലോ ഞാൻ വന്നതെന്ന്. അത്രയ്ക്കും ചൂടാണ് ഇവിടെ, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ചൂടാണ്. ഞാൻ ഇന്ത്യയിൽ ഇതുപോലത്തെ ചൂട് ഒരിക്കലും കണ്ടിട്ടില്ല. അത്ര ചൂടായിരുന്നു. തീൻ്റെ അടുത്ത് നിന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി, ഓക്കെ ആയി, അൽഹംദുലില്ലാ. ഇപ്പം അഡ്ജസ്റ്റായി പോകുന്നുണ്ട്. ഫസ്റ്റെല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ വെതർ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഫുഡ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഞാനിവിടെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ 6 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ജിദ്ദ എയർപോർട്ടിലെത്തി. ഇത് കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. ഇത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് അക്വേറിയം ആണ്. എവിടെയും ഇല്ല ഇത്ര വലിയ അക്വേറിയം. ഇതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത്ര വലിയ അക്വേറിയമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ ജിദ്ദയിൽ. അയാളുടെ കൂടെയാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത്. നമ്മളിവിടെ ആയിഷ പള്ളിയിലാണ് അസ്ർ നിസ്കരിച്ചത്. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ മക്കയിലേക്ക് പോയി ഉംറ ചെയ്യാനായിട്ട്. നമ്മൾ ഹറമിലെത്തുമ്പോൾ ഈവനിങ് ആയായിരുന്നു കേട്ടോ. അസ്ർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. ആയിഷ പള്ളിയിലാണ് നിസ്കരിച്ചത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഉംറ ചെയ്യാൻ നല്ല സമയം മഗ്‌രിബിൻ്റെ സമയമാണ്. കാരണം ആ സമയത്ത് അധിക ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിക്ക് ഉംറ ചെയ്യാൻ പറ്റും. നമ്മൾ ഉച്ച സമയത്തൊക്കെ പോയിട്ട് ഉംറ ചെയ്യുവാണെങ്കിൽ നല്ല ചൂടുണ്ടാവും. നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര ചൂടുണ്ടാവും. ആ ചൂട് കാരണം നമുക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉംറ ചെയ്യാൻ പറ്റില്ല. പറ്റുന്നവർക്ക് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഗ്‌രിബ് സമയത്തൊക്കെ പോയി ഉംറ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഞാൻ ഈ 2 സമയത്തും പോയി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഉച്ച സമയത്തും പോയി ചെയ്തിട്ടുണ്ട്, പക്ഷേ വെയിൽ സഹിക്കാൻ പറ്റില്ല. ഈ പള്ളിയുടെ ഇൻസൈഡ് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കഅബ കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ടൈം നിങ്ങൾ കഅബ കാണുവാണെങ്കിൽ നിങ്ങൾ എന്താണോ ദുആ ചെയ്യുന്നത് അത് അല്ലാഹു തആല എന്തായാലും നടത്തി തരുന്നതാണ്. കഅബ കാണുമ്പോൾ അപ്പം തന്നെ അവിടെ നിന്ന് ദുആ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത് അത് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. എന്തായാലും അത് നടന്നു കിട്ടും. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് കഅബ കാണുമ്പോൾ അല്ലാഹുവേ എൻ്റെ എല്ലാ ദുആയും നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ദുആ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കും. ഇത് കഅബൻ്റെ അടുത്ത് കാണുന്ന ക്ലോക്ക് ടവറാണ്. ഏറ്റവും ഉയരം കൂടിയൊരു ബിൽഡിംഗ് ആണ്. നമ്മൾ മക്കയിലേക്ക് വരുമ്പോൾ ഇത് കുറേ ദൂരത്തിൽ നിന്ന് നമുക്ക് കാണാൻ തുടങ്ങും. അത്രയും ഉയരം കൂടിയൊരു ടവറാണിത്. നമ്മൾ നിയത്താക്കിയിട്ട് തവാഫ് തുടങ്ങി കേട്ടോ. 7 തവണ ഈ കഅബൻ്റെ ചുറ്റും നമ്മൾ ചുറ്റണം.
കഅബൻ്റെ ചുറ്റും നമ്മൾ ചുറ്റുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യുക. പിന്നെ ദിക്റുകളൊക്കെ ചൊല്ലാറുണ്ട് കേട്ടോ. ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുക. തവാഫ് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം മക്കാമിൻ്റെ പിറകിൽ നിന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കുറേ നേരം ദുആ ചെയ്തു കേട്ടോ. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്തു. ഇരുലോക വിജയത്തിന് വേണ്ടിയിട്ടും ഞാനിവിടെ ഇരുന്ന് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ് എനിക്ക് കഅബ തൊടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ പ്രാവശ്യം ഞാൻ കഅബ തൊട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്കും സന്തോഷം എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എനിക്ക് ഉംറ ചെയ്യാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്കും സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവിടെ കണ്ട പക്ഷികളെല്ലാം കഅബക്ക് ചുറ്റും പറക്കുന്നുണ്ട്. നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ പക്ഷികളും നമ്മുടെ കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ തവാഫ് ചെയ്യാൻ വരുന്നത് കൊണ്ട് തിക്കും തിരക്കും കാരണം നമുക്ക് ഹജറുൽ അസ്വദ് തൊടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ കഅബൻ്റെ അടുത്ത് ഇവർ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ അവർ ഇവിടെ ഒരു ഗേറ്റ് ഇട്ട് വെക്കും. ആ ഗേറ്റിൻ്റെ ഇൻസൈഡ് നമുക്കൊന്നും കയറാൻ പറ്റൂല. അപ്പോൾ നമുക്ക് ഹജറുൽ അസ്വദ് ഇതേപോലെ നീറ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്കൊരിക്കലും കാണാൻ പറ്റൂല, അത്ര ആൾക്കാരായിരിക്കും. പക്ഷേ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കൂല. ആ സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതാണ് മക്കാം ഇബ്രാഹിം. ഇതിൻ്റെ പിറകിൽ നിന്നിട്ടാണ് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സംസം വെള്ളം കുടിക്കാൻ വന്നു. ഇതേപോലെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം, വയറ് നിറച്ച് വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ കഅബക്ക് നേരെ നിന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലിയിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു ദുആ ഉണ്ട്, അതും കൂടെ ചൊല്ലുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് കുടിക്കുവാണെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി തരുന്നതാണ്. സംസം വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സഫ മർവ സൈ ചെയ്യാൻ പോയി. ഇത് കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ. സഫന്ന് തൊട്ട് മർവത്തോളം നമ്മൾ നടക്കണം. മർവ തൊട്ട് സഫത്തോളം നടക്കുമ്പോൾ 2 ചുറ്റാവും. സഫ തൊട്ട് മർവ വരെ 1 ചുറ്റും, മർവ തൊട്ട് സഫ വരെ 2ാമത്തെ ചുറ്റുമാണ്. അങ്ങനെ നമ്മൾ 7 ചുറ്റ് നടക്കണം. ഈ ഗ്രീൻ ലൈറ്റ് വെച്ച പ്ലേസ് എത്തുമ്പോൾ ആണുങ്ങൾ ഓടണം, പെണ്ണുങ്ങൾ ഓടേണ്ട ആവശ്യമില്ല, നടന്നാൽ മതി. ഇവിടെ ഇങ്ങനെ ലൈറ്റ് വെച്ച പ്ലേസ് കാണുന്നില്ല, അതാണ് സഫ. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് സഫ. നമ്മൾ സൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് നടക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ നിന്ന് ദുആ ചെയ്തിട്ട് സൈ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ കാലിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. കഅബൻ്റെ ചുറ്റും നമ്മൾ നടക്കൂലേ, അപ്പോഴും കാലിൽ ചെരുപ്പൊന്നും ഇടാനില്ല. ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ എല്ലാവരും ഓടുന്ന കണ്ട. ഇതുപോലെ എല്ലാ ആണുങ്ങളും ഓടും കേട്ടോ. ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും ഓടാൻ തുടങ്ങും. പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കും. നമ്മൾ നടക്കുമ്പോൾ സ്ക്രീനിൽ ഇതേപോലെ ഓരോ ദിക്റുകൾ കാണിക്കും. ഇപ്പോൾ കാണിച്ച ദിക്റ് പിന്നെ കാണിക്കില്ല, ഓരോ ഡിഫറെൻറ്റ് ദിക്റുകൾ കാണിക്കും. നമുക്കിഷ്ടമുള്ള ദിക്റ് നമ്മളിവിടെ സൈ ചെയ്യുമ്പോൾ ചൊല്ലാം കേട്ടോ. സഫ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇതേപോലെ ഒരു ബോർഡ് ഉണ്ടാവും, സഫ സ്റ്റാർട്ട് എന്ന്. ഇവിടുന്നാണ് നമ്മൾ സൈ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ പോലീസ് കാവൽ നിന്നിട്ടുണ്ടാവും. നമുക്ക് പോയിട്ട് ഈ പാറക്കല്ലൊന്നും ടച്ച് ചെയ്യാൻ പറ്റൂല, അത്രയും സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാറക്കല്ല് ദിവസം കഴുകാറുണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കഴുകുന്നത്. നല്ല ക്ലീൻ ചെയ്ത് വെക്കും. നല്ല ഭംഗിയാണ് ഈ ഒരു പാറക്കല്ലിനുള്ള പ്ലേസ്. ഇവിടെ നിന്നാണ് ഹാജറ ബീവി വെള്ളം കിട്ടാത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്. സഫ തൊട്ട് മർവ വരെ, മർവ തൊട്ട് സഫ വരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ബീവി വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടിയ സ്ഥലം. സൈ ചെയ്ത് കഴിഞ്ഞിട്ട് സംസം വെള്ളം കുടിച്ചു. ഇവിടെയും വെള്ളം ഉണ്ട് കേട്ടോ. വയറ് നിറയെ സംസം വെള്ളം കുടിച്ചു. അതേ വെള്ളത്തിൽ മുഖം കഴുകി, തല തടവി. പിന്നെ പർദ്ദൻ്റെ മേലെ തന്നെ ഇങ്ങനെ ആ വെള്ളം തൊട്ടിട്ട് ദേഹം ഫുള്ള് തടവി. എല്ലാ ബുദ്ധിമുട്ടുകളും മാറി കിട്ടാനും അസുഖങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കാനും എല്ലാം നിയത്താക്കിയിട്ട് എല്ലാം ദേഹം ഫുള്ള് ഞാൻ വെള്ളം വെച്ചിട്ട് തടവി. സംസം വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും വെയിലായിരുന്നു. മക്കയിലെ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല രസമാണ് ഇവിടുത്തെ ബാങ്ക് കേൾക്കാനായിട്ട്. ഇവിടെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ ക്ലോക്ക് ടവറിന് മേലെ പച്ച കളർ ലൈറ്റ് കത്തും.
ഫുള്ളായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാല്ല നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.